ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ശനിയാഴ്ച കൊളുത്തിയ ബ്രഹ്മമുഹൂർത്ത വിളക്കിൻ്റേതാണ് വീഡിയോ കേട്ടോ. ഒരു ദിവസം നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല, ഇട്ടതായിരുന്നു. പക്ഷേ അതിൽ കോപ്പിറൈറ്റ് വന്ന് ഞാൻ ഡിലീറ്റ് ചെയ്ത് പിന്നെ പിറ്റേ ദിവസമാണ് ഇട്ടത്. പിറ്റേ ദിവസമാണ് ഞാൻ കോപ്പിറൈറ്റ് വന്നത് കണ്ടത്. അത് കാരണം പിന്നെ അത് ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും വോയിസ് ഓവർ കൊടുത്തിട്ടതായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ശനിയാഴ്ച എടുത്ത വീഡിയോ ആണ്. രാവിലെ വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് രാവിലെ അമ്പലത്തിൽ പോയിരുന്നു. ഇവിടെ ഒരു അമ്പലമുണ്ട് ഗണപതിയുടെ. അപ്പം ഗണപതി ക്ഷേത്രത്തിൽ പോയി തൊഴുതിരുന്നു രാവിലെ. എൻ്റെ ഹസ്ബൻഡിനെ അമ്പലത്തിലൊക്കെ പോകാൻ വിളിച്ചാൽ വരുമൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ ഒരു ഇതുള്ളത്, പീരീഡ്സ് ആകുന്ന സമയത്ത് ഒന്ന് വിളക്ക് കൊളുത്താറില്ല. അതെനിക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട്. ആ 7 ദിവസം ഞാൻ മാറി നിൽക്കുമ്പം വിളക്കൊന്ന് കൊളുത്തിയിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പറഞ്ഞാലും ചെയ്യാറില്ല. നീ കൊളുത്തിയാൽ മതി, നീ പ്രാർത്ഥിച്ചാൽ മതി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അമ്പലത്തിലൊക്കെ പോകാൻ വിളിച്ച് വരാറുണ്ട് കേട്ടോ. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ, കൊറോണ സമയത്ത് ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായ കാര്യം. അതുകൊണ്ടല്ല, അതിനു മുമ്പേ തൊട്ട് അദ്ദേഹം വിശ്വാസിയാണ്. അമ്പലങ്ങളിലൊക്കെ പോവുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. നാട്ടിൽ ഒരു പ്രിയപ്പെട്ട ദേവീ ക്ഷേത്രമുണ്ട്. അതിൽ ഞങ്ങൾ ചെല്ലുമ്പോഴെല്ലാം പോയി തൊഴും. നാട്ടിലെ എല്ലാ അമ്പലങ്ങളിലും പോയി തൊഴാറുണ്ട്. ഇത് ഗണപതി ക്ഷേത്രത്തിൽ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അവിടെ ഇപ്പോൾ ഈ മാസത്തിന് ഇവിടെയുള്ളവർ പറയുന്നത് അധിക് മാസം എന്ന് പറഞ്ഞാണ് എന്തോ പറയുന്നത്. എനിക്കതെന്താണെന്ന് മനസ്സിലാകുന്നില്ല. അമ്പലങ്ങളിലൊക്കെ അതിന് പ്രത്യേകം എന്തോ പൂജയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ എനിക്കൊരു വിളക്ക് കാണിച്ചിട്ട് ഇത് അധിക് മാസത്തിൽ ചെയ്യേണ്ട പൂജയുടെ ആണെന്ന് പറഞ്ഞു. ഞാനത് വാങ്ങിയില്ല. അത് എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാത്തത് കാരണം ഞാൻ വാങ്ങിയില്ല. പിന്നെ ഇത് ഗണപതിയുടെ 9 രൂപങ്ങളെ ആരാധിക്കുന്ന ഒരമ്പലമാണ് കേട്ടോ. നവശ ഗണപതി എന്നാണ് പറയുന്നത്. 9 പ്രതിഷ്ഠയായിട്ടല്ല, 9 രൂപങ്ങൾ അവിടെയുണ്ട്. 8 രൂപങ്ങൾ, അത് പേര് സഹിതം അവിടെ ഉണ്ട്. അതും ഉണ്ട്. പിന്നെ അകത്ത് മെയിൻ പ്രതിഷ്ഠയുണ്ട്. അങ്ങനെ 9 ഗണപതിയുടെ രൂപങ്ങളാണുള്ളത് അവിടെ. ഇതുപോലെ സൈഡിലായിട്ടാണ് 4, ഒരു റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുമായിട്ട് 4 പ്രതിഷ്ഠകളുണ്ട്. ഇതേപോലെ പേരെഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം എനിക്ക് നല്ലതുപോലെ വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം ഈ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഫോണും കൊണ്ട് വീഡിയോ എടുക്കുന്നത് പലർക്കും ബുദ്ധിമുട്ടാണ്. അത് കാരണം ഞാനങ്ങനെ നല്ല ക്ലിയറായിട്ട് പെർഫെക്റ്റായിട്ടൊന്നും വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റാറില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുമോ എന്നുള്ളൊരു പേടിയുണ്ട്. പക്ഷേ എന്നാൽ നിങ്ങളുമായിട്ട് ഇതെല്ലാം ഷെയർ ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതുപോലെ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ മണി കെട്ടാറുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതുപോലെ മണി കെട്ടുന്ന ഒരു അമ്പലം ഉണ്ടല്ലോ, ആഗ്രഹസാധ്യത്തിന് വേണ്ടി. അതുപോലെ ഇവിടെയും മണി കെട്ടി പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാവർക്കും ഇഷ്ടമുള്ള, ഇവിടുത്തെ ആൾക്കാരൊക്കെ ഒരുപാട് വന്നു പോകുന്ന ഒരു അമ്പലമാണ്. എനിക്ക് കൂടുതലായിട്ട് ഇവിടെ കാണുന്നത് ആൺകുട്ടികളെയാണ്. പെൺകുട്ടികളെക്കാട്ടിൽ കൂടുതലും, സ്ത്രീകളെക്കാട്ടിൽ കൂടുതലും ഞാൻ എപ്പോൾ ചെന്നാലും കാണുന്നത് ആൺകുട്ടികളാണ് പ്രാർത്ഥിക്കാൻ വരുന്നത്. അത് ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര അതിശയമാണ് ഇവിടുത്തെ ആൺകുട്ടികൾ. ഈശ്വരവിശ്വാസികളാണ്. ഗണപതി ദേവി സമയത്തൊക്കെ അവരുടെ പ്രാർത്ഥനയും അവരുടെ ദൈവത്തോടുള്ള ആ ഇത് കാണുമ്പോൾ നമുക്ക് സത്യം പറയുമ്പോൾ അതിശയം തോന്നാറുണ്ട്. നമ്മുടെ പിള്ളേർ അങ്ങനെ കാണിക്കാറേ ഇല്ല. അമ്പലത്തിൽ പോകാൻ പറഞ്ഞാൽ പോലും അവർ വരാറില്ല.